ഹാപ്പി സോൾസ്. സെൽഫ് ലവ് ചലഞ്ചിൻ്റെ ഡേ 2 നിങ്ങളെ ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അപ്രീസിയേഷൻ ആണ്. എന്താണെന്നറിയാമോ? നിങ്ങളുടെ ജീവിതത്തിൽ, തിരക്കേറിയ ജീവിതത്തിൽ ഒരു കുറച്ച് സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയായ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു സമയം എടുത്തുകൊണ്ട് ഇന്നൊരു ഡേ ഫുള്ള് നിങ്ങൾ മിറർ വർക്ക് പ്രാക്ടീസ് ചെയ്തതിൻ്റെ റിസൾട്ടും കൊണ്ടാണ് നടക്കുന്നത് അല്ലേ? ചെറിയ ചെറിയ മാറ്റങ്ങൾ അവിടെ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് പൂർണ്ണമായിട്ടും അറിയാം. അപ്പോൾ ഈ കൈകൾ ഇങ്ങനെ ഒന്ന് എടുത്തേ. എന്തിനാണെന്നറിയാവോ? അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ കറണ്ട് കുറ്റിക്കിട്ട് കൊടുക്കാനല്ല. ടേക്ക് യുവർ ഹാൻഡ് ലൈക്ക് ദിസ് ആൻഡ് അപ്രീഷിയേറ്റ് യുവർ സെൽഫ്. നിങ്ങളെ അംഗീകരിക്കുക. എന്തിനാണെന്നറിയാമോ? നമ്മൾ ഈ അംഗീകാരമാണ് മറ്റൊരാളുടെ കയ്യിൽ നിന്നും ലഭിക്കുന്ന ഒരു അംഗീകാരത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും കാത്തിരിക്കുന്നത് അല്ലേ? പക്ഷേ ഈ ഒരു അംഗീകാരവും സ്നേഹവും ഒക്കെ കൊടുക്കാൻ, നമുക്ക് നൽകാൻ മതിയായ ഒരാളാണ് നമ്മളെന്നുള്ള പൂർണ്ണ ബോധ്യമാണ് ഈ 21 ദിവസത്തെ പ്രാക്ടീസിനുള്ളിൽ നിങ്ങൾക്ക് പൂർണ്ണമായും ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഡേ 1 എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഒരു ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. ഡേ 1 നമുക്ക് ഇച്ചിരി വളരെ ഫെമിലിയർ അല്ലാത്ത, നമുക്ക് പരിചയമില്ലാത്തൊരു കാര്യമാണ് ഈ മിറർ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ചെയ്തപ്പോൾ നിങ്ങൾക്കറിയാം, കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ടും നിങ്ങളത് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ എനിക്ക് ഒത്തിരി സ്നേഹമാണ്. കമൻറ്റ് ബോക്സിലൊക്കെ അയച്ചിരിക്കുന്ന മെസ്സേജസൊക്കെ ഞാൻ കണ്ടു. എനിക്ക് പേഴ്സണലായിട്ട് വന്ന മെസ്സേജസുകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഐ എം സോ താങ്ക്ഫുൾ ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ. അപ്പോൾ നമുക്ക് ഡേ 2 തുടങ്ങാം. ഡേ 2 എന്ന് പറയുമ്പോൾ പുതിയ ഓരോ എപ്പിസോഡാണ് നമ്മളുടെ ഓരോ ദിവസവും വരുന്നത്. ഓരോ തീമാണ് നമ്മൾ ഓരോ ദിവസവും ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ടാണ്, അതായത് ഓരോ ദിവസവും നമ്മൾ പലതരത്തിലുള്ള നമ്മളുടെ പല മേഖലകളിലും കൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഓരോ ദിവസവും പുതിയ കാര്യങ്ങളാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ നമ്മുടെ ചൈൽഡ്ഹുഡ് തൊട്ട് നമ്മുടെ പലതരത്തിലുള്ള നെഗറ്റീവ് പാറ്റേണിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ചൈൽഡ്ഹുഡ് തൊട്ട്, ചെറുപ്പകാലം തൊട്ട് നമ്മൾ പലതരത്തിലുള്ള ഇമോഷണൽ റോളർ കോസ്റ്റേഴ്സിലാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ ചിലർക്ക് സുഖം നിറഞ്ഞതായിരിക്കാം, സന്തോഷം ഉണ്ടായിരുന്നായിരിക്കാം, ചിലപ്പോൾ വിഷമോ, ചിലർ കംപ്ലീറ്റ്ലി സങ്കടത്തിലാണ് വളർന്നു വന്നത്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഇമോഷണൽ പാറ്റേൺ ആണ് ഓരോരുത്തരുടെ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിറർ വർക്കിലൂടെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പല ലെയറായിട്ട് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ചെറുപ്പകാലം തൊട്ടുള്ള പലതരത്തിലുള്ള നെഗറ്റീവ് ഇമോഷൻസ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ മിറർ വർക്കിൽ ഓരോ ദിവസവും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓരോ ലെയറിനെയും ഇങ്ങനെ നമ്മളിൽ നിന്നിങ്ങനെ ഉരിഞ്ഞുരിഞ്ഞ് മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ മനസ്സ് മുഴുവൻ ക്ലീൻ ചെയ്യുന്ന ഒരവസ്ഥയായിരിക്കും 21 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. പലരും നമ്മുടെ സിസ്റ്ററുടെ സെഷൻസൊക്കെ എടുക്കുന്നതിൽ പലരും പറയാറുണ്ട്, മാഡം എൻ്റെ മനസ്സ് ആരെങ്കിലും ഒന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി തിരിച്ചകത്ത് വെച്ച് തരാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ എന്നോട് പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിനെ പൂർണ്ണമായിട്ടും പുറത്തെടുത്ത് കഴുകി വൃത്തിയാക്കാൻ കഴിവുള്ള ഒരാളാണ് നമ്മൾ തന്നെ. അത് ചെറിയ പ്രാക്ടീസുകൾ, ഇതുപോലെയുള്ള ചെറുത് എന്ന് തോന്നുന്ന എന്നാൽ വളരെ പവർഫുള്ളായിട്ടുള്ള പ്രാക്ടീസുകളുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് നിങ്ങളോട് ഇന്നലെ ഞാൻ പറഞ്ഞോ ഇല്ലയോ എന്ന് എനിക്ക് ഓർമ്മയില്ല. നമ്മൾ ഈ മിറർ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഇമോഷണൽ രീതി എന്താണോ, ചിലപ്പോൾ നമ്മൾ സങ്കടം എപ്പോഴും ഫീൽ ചെയ്യുന്നവരായിരിക്കാം, ചിലപ്പോൾ ദേഷ്യം എപ്പോഴും ഫീൽ ചെയ്യുന്നവരായിരിക്കാം. നമുക്ക് എന്താണോ എപ്പോഴും ഫീൽ ചെയ്തുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ ഒരു കാഠിന്യം കുറച്ചുകൂടെ ചിലപ്പോൾ കൂടാൻ സാധ്യതയുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു കുപ്പി എടുക്കുക, അതിനകത്ത് കുറേ കല്ലും മണ്ണും അഴുക്കും ഒക്കെ നിറഞ്ഞിരിക്കുന്നൊരു കുപ്പിയാണേ. ആ കുപ്പിക്കകത്തിലേക്ക് നമ്മൾ പ്യുവറായിട്ടുള്ള വെള്ളം ഒഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആദ്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ കുപ്പിക്കകത്തിരിക്കുന്ന മണ്ണും അഴുക്കും പൊടിയും എല്ലാം ഒന്ന് കലങ്ങിയിട്ടാണ് നമ്മൾ പിന്നെയും വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് കുപ്പിയുടെ ആ കഴുത്തറ്റം വന്നിട്ടാണ് അതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഈ ഒരു മിറർ വർക്കിൻ്റെ പ്രാക്ടീസ്, നമ്മളെ സെൽഫ് ഹീലിംഗ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒഴിക്കുന്ന വെള്ളം നമ്മുടെ സെൽഫ് ഹീലിംഗ് പ്രാക്ടീസുകളാണ്. അതിങ്ങനെ നമ്മളിലേക്ക് ഇങ്ങനെ ഒഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ അടിഞ്ഞു കിടക്കുന്ന പലതരത്തിലുള്ള കല്ലും മണ്ണും അഴുക്കും എല്ലാം എന്ത് ചെയ്യും? ആദ്യം ഒന്ന് ഇളകി മറിഞ്ഞിട്ട് നമ്മുടെ ആ സർഫസ് ലെവലിലെ കുപ്പിയുടെ ആ കഴുത്തോളം വന്നിട്ടാണ് ഇത് പുറത്തേക്ക് പോവുക. അപ്പോൾ അതങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികം മാത്രമാണ്. നിങ്ങളതിനകത്ത് ഒട്ടും വിഷമിക്കൊന്നും വേണ്ട. ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നത്. എൻ്റെ കുപ്പിയിലെ വെള്ളം എല്ലാം കലങ്ങിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ നല്ല വെള്ളം ഒഴിക്കുക എന്നത് നിർത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? പിന്നെ അത് അവിടെ തന്നെ സെറ്റിലാവും, ഇത് പുറത്തേക്ക് പോകാതെ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. ഞാൻ എപ്പോഴും എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോട് പറയുന്നതാണ്, ട്രസ്റ്റ് ദ പ്രോസസ്സ്. ഈ ഒരു പ്രക്രിയയെ പൂർണ്ണമായും വിശ്വസിച്ച് മുന്നോട്ട് പോകുക.
അത് നിങ്ങളിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും എന്നതിന് ഒരു സംശയവും വേണ്ട. ഓക്കെ, അപ്പോൾ ഓരോ നെക്സ്റ്റ് സ്റ്റെപ്പിലും നമ്മൾ ചെറുപ്പകാലം തൊട്ട്, ഞാൻ പറഞ്ഞു ചെറുപ്പകാലം തൊട്ട് നമ്മൾ മനസ്സിൽ കിടക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളെയാണ് നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഇതൊരു എന്ന് മാറും, എൻ്റെ അടുത്തേക്ക് വരുന്നവർ പലരും ചോദിക്കാറുണ്ട്, എൻ്റെ പ്രശ്നങ്ങളൊക്കെ എന്ന് മാറും മാഡം, ഒരു ഡേറ്റ് പറയാമോ? അങ്ങനെ ഒരു ഡേറ്റ് എനിക്ക് പറയാനില്ല. ഇതൊരു ഡെസ്റ്റിനേഷൻ അല്ല, ഇതൊരു യാത്രയാണ്. സുന്ദരമായും സമാധാനമായും നമ്മളിങ്ങനെ നമ്മളോടൊപ്പം ചെയ്യുന്ന യാത്രയാണ്. ഏറ്റവും മനോഹരമായ യാത്രയെന്ന് പറഞ്ഞാൽ നമ്മളോടൊപ്പം ചെയ്യുന്നൊരു യാത്രയാണ്. അപ്പോൾ ആ ഒരു യാത്രയിലേക്കാണ് ഞാൻ നിങ്ങളെ ഓരോ ദിവസവും ഡീപ്പായിട്ട് കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ, അതായത് നമ്മുടെ സന്തോഷത്തിൻ്റെ ഒരു എക്സാമ്പിൾ റിമോട്ട് കൺട്രോൾ. നമ്മുടെ ഈ സന്തോഷത്തിൻ്റെ റിമോട്ട് കൺട്രോൾ എവിടെയാണെന്നറിയാവോ? ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇത് ആരുടെയൊക്കെയോ കയ്യിലാണ്. ചിലപ്പോൾ നമ്മുടെ ഹസ്ബൻഡിൻ്റെയോ അച്ഛൻ്റെയോ നമ്മളുടെ മക്കളുടെയോ ആരുടെയൊക്കെയോ കൺട്രോളിലാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ സന്തോഷത്തിൻ്റെ ആദ്യമായിട്ട് മിറർക്ക് നമ്മളെ ചെയ്യിപ്പിക്കുന്നൊരു കാര്യം, നമ്മുടെ സന്തോഷത്തിൻ്റെ ഈ റിമോട്ട് കൺട്രോൾ നമ്മളെ തിരികെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. എത്ര സുന്ദരമായ ഒരു പ്രക്രിയയാണ് അല്ലേ? അതായത് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല നമ്മളുടെ ഇമോഷൻസ് ഇരിക്കേണ്ടത്. ഒരാളിപ്പോൾ നമ്മളുടെ ഫാമിലിയിൽ എല്ലാവരും സന്തോഷിച്ചാലും നമുക്കങ്ങനെ സന്തോഷത്തിന് വളരെ ഹാർഡസ്റ്റ് ആയിട്ടുള്ള റൂളുകളാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ് ഫീൽ ചെയ്യാൻ നമ്മൾ വളരെ കഠിനമായ റൂളുകളും, നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ഫീൽ ചെയ്യാൻ വളരെ സിമ്പിളായിട്ടുള്ള റൂളുകളുമാണ് നമ്മുടെ ഉള്ളിലുള്ളത്. അതൊന്നും നമുക്കറിയത്തില്ല. സാരമില്ല, നമ്മൾ ഈ ഒരു പ്രോസസ്സിൽ മുന്നോട്ട് പോകും തോറും നമ്മളത് എൻജോയ് ചെയ്യും. നമ്മൾ ഈ സന്തോഷത്തിൻ്റെ റിമോട്ട് കൺട്രോൾ മറ്റുള്ളവരുടെ കൊടുത്തിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ കുറ്റം പറയുകയും നമ്മൾ കുറ്റപ്പെടുത്തുകയും നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുകയും നമ്മൾ കുഴപ്പമാണെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നത് ശരിക്കും നമ്മളെ തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പം തൊട്ട് രാത്രി ഉറങ്ങാൻ പോകുന്നവർ, ഈവൻ ചിലപ്പോൾ ഉറക്കത്തിൽ പോലും നമ്മളോട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം നമ്മളുടെ കുറേ കുഴപ്പങ്ങളാണ്. നമ്മൾ അതിത്ര ശരിയല്ല, നമ്മളത് ചെയ്ത് ശരിയായില്ല, നമ്മൾ ആ പറഞ്ഞത് ശരിയായില്ല, അത് പറഞ്ഞത് തെറ്റായിപ്പോയി, അങ്ങനെ പലതരത്തിലുള്ള ജഡ്ജ്മെൻറ്റ്സാണ് നമ്മളെടുത്ത തീരുമാനങ്ങൾ. നമ്മൾ ചിലപ്പോൾ റിലേഷൻഷിപ്പിലെടുത്ത തീരുമാനങ്ങൾ, നമ്മുടെ സാമ്പത്തികപരമായ തീരുമാനങ്ങൾ, നമ്മുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ ജോലിയിലെടുത്ത തീരുമാനങ്ങൾ ചിലപ്പോൾ തെറ്റിപ്പോയേക്കാം. സാരമില്ല, തെറ്റിപ്പോയിക്കോട്ടെ, കുഴപ്പമില്ല. നമ്മളെ തോൽക്കാൻ നമ്മൾ അനുവദിക്കുക. ഒരു സംഭവത്തിൽ തോൽവി ഉണ്ടെന്ന് പറഞ്ഞ് ഒരിക്കലും നമ്മളുടെ ജീവിതത്തിൻ്റെ എൻഡെന്ന് പറയുന്നത് അതല്ല. നമ്മളാരും കൃത്യമായൊരു മാനുവലുമായിട്ടും ജനിച്ചവരൊന്നുമല്ല അല്ലേ? വാഷിംഗ് മെഷീനും നമ്മൾ ഫ്രിഡ്ജും ഒക്കെ വാങ്ങിക്കുമ്പോൾ ഒരു മാനുവലുണ്ടാവും, ഒരു യൂസർ മാനുവൽ, ഈ ഉപകരണം എങ്ങനെ പ്രവർത്തിപ്പിക്കണം. അതുപോലെ നമ്മൾ ജനിച്ചപ്പം ഒരു മാനുവലൊന്നും ആയിട്ടല്ല വന്നത്, ഇങ്ങനെ ചെയ്യാവുള്ളൂ അങ്ങനെ ചെയ്യാവുള്ളൂ, അത് തെറ്റാണ് ഇത് തെറ്റ് ഒന്നുമില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ മിസ്റ്റേക്കുകളിൽ നിന്ന് പല മുറിവുകളുമാണ് നമുക്ക് അറിവുകളായി മാറുന്നത്. സോ നിങ്ങളെ തോൽക്കാൻ അനുവദിക്കാം. ഏറ്റവും സ്നേഹം നിങ്ങളോട് ഫീൽ ചെയ്യുക, എങ്കിൽ മാത്രമേ, അത് സ്വാർത്ഥതയല്ല, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്ന സ്നേഹം മറ്റുള്ള മനുഷ്യരിലേക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അതാണ് സത്യം. പക്ഷെ നമ്മളെ ആരും സ്നേഹിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. അപ്പം നമ്മൾ തന്നെ ആ ഒരു കറേജിയസ് ആയിട്ടുള്ള സ്റ്റെപ്പ് എടുക്കുകയാണ്. നമ്മളെ സ്നേഹിക്കാനും നമ്മളെ മനസ്സിലാക്കാനും നമ്മളെ അംഗീകരിക്കാനും നമ്മളിൽ നിന്ന് തുടങ്ങുക എന്നുള്ളതാണ്. നമ്മളത് നമ്മളോട് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ചുറ്റുമിരിക്കുന്ന വ്യക്തികളും സാഹചര്യങ്ങളും ഒക്കെ അതിനോട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്ത് തുടങ്ങും. ഇതുവരെയുള്ള എൻ്റെയും സ്വസ്തിയിലുള്ള എൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെയും എൻ്റെ ഹാപ്പി സോൾ കമ്മ്യൂണിറ്റിയിലെ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ അവർ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഡേ 2 മനോഹരമായൊരു കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. നമുക്ക് അതിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഡേ 2 എന്ന് മാത്രമല്ല, എല്ലാ ദിവസവും ഒരു പുതിയ ചിന്തയാണ് നമ്മളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പുതിയൊരു ചിന്ത. ഇതുവരെ ഓരോ ദിവസവും ന്യൂ എപ്പിസോഡ്സ് ആയിരിക്കും. നമ്മളോട് രാവിലെ കണ്ണ് തുറന്ന് നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ വരുമ്പോൾ നമ്മളോട് പറഞ്ഞു കൊടുക്കുന്നത് ഓരോ പുതിയ തരം ചിന്തകളാണ്. ത്രൂ ഔട്ട് ദ ഡേ നമ്മൾ ആ ചിന്ത നമ്മളോട് റിപ്പീറ്റ് ചെയ്യുമ്പോൾ എവിടെയൊക്കെ നമ്മുടെ റിഫ്ലക്ഷൻസ് കാണുമ്പോൾ, നമ്മുടെ ഫോണിൽ സ്ക്രീനിൽ നമ്മൾ കാണും, പിന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇപ്പോൾ കണ്ണാടിയിൽ കാണും, അല്ലെങ്കിൽ ഓഫീസിലൊക്കെ പോകുമ്പോൾ വഴിയിൽ കടകളുടെ ഗ്ലാസ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ എവിടെയൊക്കെ നമ്മുടെ റിഫ്ലക്ഷൻസ് കാണുന്നോ അപ്പോഴൊക്കെ നമ്മളോട് പറയേണ്ട ചിന്ത ഇതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങുന്ന ഒരു കാര്യം, നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ കൊതിച്ചിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സെൻറ്റൻസാണ്. മറ്റുള്ള വ്യക്തികളിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും നമ്മളെ സ്നേഹിക്കുന്നവരിൽ നിന്നുമൊക്കെ നമ്മളെപ്പോഴും ആഗ്രഹിക്കുകയും എപ്പോഴും കൊതിച്ച് നമ്മുടെ ചെവികൾ ഏറ്റവും കൂടുതൽ കൊതിക്കുന്ന ഒരു കാര്യമാണ്. എന്താണെന്നറിയാമോ?
ഐ ലവ് യു എന്നുള്ള സെൻറ്റൻസ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്നേഹം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അത് എത്ര കിട്ടിയാലും നമുക്ക് മനുഷ്യർക്കാർക്കും മതിയാവത്തുമില്ല. അപ്പം ആ സ്നേഹത്തിൻ്റെ ഉറവ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഇങ്ങനെ എല്ലാ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ഞാനിങ്ങനെ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണെന്നല്ല, നിങ്ങൾ അത് ശരിക്കും ബ്യൂട്ടിഫുള്ളാണ്. അതുകൊണ്ടാണ് നിങ്ങളത് ഓരോ ദിവസം എക്സ്പീരിയൻസ് ചെയ്തിട്ട് 21 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് എന്നോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ശരിയാണ് മാഡം എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയും. അപ്പോൾ നമ്മുടെ ഉള്ളിലൊരു കുഞ്ഞു കുട്ടിയുണ്ട്, നമ്മുടെ ഉള്ളിലൊരു അംഗനവാടിക്കാരിയുണ്ട്. അതായത് ഒരു കുഞ്ഞു മോള്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ എത്ര വയസ്സുണ്ട്, 60 ആയാലും 70 ആയാലും 80 ആയാലും ഈവൻ 100 വയസ്സായാലും 20 വയസ്സായാലും നമ്മുടെ ഉള്ളിലൊരു കുഞ്ഞു കുട്ടിയുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന സങ്കടത്തിൻ്റെയും വേദനകളുടെയും പരാതികളുടെയും ജഡ്ജ്മെൻറ്റുകളുടെയും ഫിയറിൻ്റെയും എല്ലാത്തിൻ്റെയും ഉറവിടം അവളാണ്. നമ്മുടെ ഉള്ളിൽ 2 പേരാണുള്ളത്. ഒന്ന് നമ്മളും നമ്മുടെ ഉള്ളിലുള്ള ഇന്നർ ചൈൽഡും, കുഞ്ഞു കുട്ടിയെന്ന് നമ്മളെപ്പോഴും പറയും. അപ്പോൾ അവളോടാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ആ കുട്ടി വർഷങ്ങളായിട്ട് നിങ്ങളുടെ സ്നേഹത്തിനും പരിഗണനയ്ക്കുമൊക്കെ വേണ്ടി കാത്തിങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ ജീവിത സാഹചര്യത്തിൻ്റെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട്, തിരക്കുകൾ കൊണ്ട് നിരന്തരമായി അവൾ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്, നിങ്ങളുടെ സമയത്തിന് വേണ്ടി യാചിക്കുന്നുണ്ട്, നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്, നിങ്ങളോട് പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്നിട്ടൊന്നും ഇതിനൊന്നും ചെവി കൊടുക്കാതെ നമ്മുടെ ജീവിതത്തിൻ്റെ പല തിരക്കുകളിലാണ്. അപ്പോൾ നമുക്കിനി ഒന്ന് തിരികെ മടങ്ങാം. ഉള്ളിലിരിക്കുന്ന ആ പെൺകുട്ടിയോടാണ്, ഉള്ളിലിരിക്കുന്ന ആ വ്യക്തിയോടാണ്, കുഞ്ഞാളോടാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. നമ്മുടെ വീട്ടിലൊരു കുഞ്ഞു കുട്ടിയുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും അവരോട് സംസാരിക്കുന്നത്? വളരെ സ്നേഹത്തോടെ അല്ലേ? വളരെ സ്നേഹത്തോടെ. ഏറ്റവും ചെറിയ കുട്ടികളാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഹൈറ്റിൽ നിന്ന് താഴോട്ട് അവരെ നോക്കരുതെന്നാണ് പറയുന്നത്. അവരിങ്ങനെ നമ്മളെ നോക്കുന്ന നേരം നമ്മൾ അവരോടൊപ്പം മുട്ടുകുത്തിയിട്ട് അവിടെ ഇങ്ങനെ അവരുടെ ഒരു ഹൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഫേസ് ടു ഫേസ് അവരെ കാണാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺവെർസേഷൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആളോട് നമുക്കൊന്നും കൂടെ അടുത്ത് ചെല്ലാം. എന്നിട്ട് പറയാം, നിങ്ങളുടെ പേര് വിളിക്കണം. ഐ റിയലി ലവ് യു. ഞാനത് പറയുമ്പോൾ സജിത, ഐ റിയലി ലവ് യു. ഇനി നിങ്ങളുടെ പേരിൻ്റെ അടുത്ത് നിങ്ങൾക്ക് പെറ്റ് നെയിമുകളൊക്കെ ഉണ്ടാവാം. നിങ്ങളുടെ ചിലപ്പോൾ അമ്മയോ അച്ഛനോ ഒക്കെ നിങ്ങളെ വളരെ സ്നേഹത്തോടെ വിളിക്കുന്ന കുഞ്ഞു പെറ്റ് നെയിംസ് ഉണ്ടാവാം. ആ പെറ്റ് നെയിം ചേർത്താലും മതി. അപ്പം കൂടുതലായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ അടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഏത് പേരിലാണോ നിങ്ങളെ വിളിക്കാൻ ഇഷ്ടം ആ പേര് ചേർത്തുകൊണ്ട് വളരെ സ്നേഹത്തോടെ, സിമ്പിൾ സ്റ്റേറ്റ്മെൻ്റ് ആണ് പക്ഷേ പവർഫുള്ളാണ്, ഐ റിയലി ലവ് യു. പിന്നെ ത്രൂ ഔട്ട് ദ ഡേ എപ്പോഴൊക്കെ മിറർ നിങ്ങൾ കാണുന്നു, നിങ്ങളുടെ റിഫ്ലക്ഷൻസ് കാണുന്നു, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, ഹായ് മൈ ഡാർലിംഗ്, ഐ ലവ് യു, ഐ റിയലി ലവ് യു. എനിക്കിതിനെ ഒത്തിരി ഇഷ്ടമാണ്, ഇഷ്ടമാണ്, ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു. എന്നിട്ട് കമ്മിറ്റ് ചെയ്യണം ഇന്ന് 100 തവണ. നാളെ നമ്മൾ സെയിം ടൈമിൽ മീറ്റ് ചെയ്യുന്നതിനുള്ളിൽ, നാളത്തെ മിറർ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ളിൽ, നാളത്തെ ഒരു ഡേ ഫുള്ള് നിങ്ങളൊരു 100 തവണ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളോട് തന്നെ പറയണം, ഐ റിയലി ലവ് യു. 100 തവണ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു തവണയായിട്ടൊന്നും വിചാരിക്കേണ്ട, വളരെ എളുപ്പം. 100ൽ കൂടുതൽ പറഞ്ഞിട്ട് വരും നിങ്ങൾ പോലും അറിയാതെ. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതിങ്ങനെ പുറത്ത് എന്താണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് പറയാൻ പോലും അറിയാത്ത രീതിയിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ എക്സ്പീരിയൻസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. സോ ഡേ 2 നമ്മൾ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം സ്നേഹമാണ്. അത് നിങ്ങളുടെ ഉള്ളിൽ നിന്നും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഐ റിയലി ലവ് യു എന്ന് നിങ്ങളോട് പറയുക, നിങ്ങളുടെ പേര് കൂട്ടിച്ചേർത്തിട്ട് പറയുക. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നൊരു ഹൃദയചിന്തയും കൂടെ എടുക്കുകയാണ്, ഐ ഡിസേർവ് ഓൾ ദ ഗുഡ്. ഈ ഒരു യൂണിവേഴ്സിൽ, ഈ ഒരു പ്രപഞ്ചശക്തിയിലുള്ള എല്ലാ നന്മയ്ക്കും ഞാൻ അർഹതയുള്ള ആളാണ്. നമ്മൾ കുട്ടിക്കാലത്തെ പല എക്സ്പീരിയൻസുകളുണ്ട്, നമുക്ക് പല കാര്യങ്ങളും എനിക്കതൊന്നും വിധിച്ചിട്ടുള്ളതല്ല, എനിക്കൊന്നും കിട്ടത്തില്ല. നമ്മൾ നല്ലൊരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ എനിക്കതൊന്നും വിധിച്ചിട്ടുള്ളത്, എനിക്ക് നല്ല കാര്യങ്ങളൊന്നും വരത്തില്ല. അങ്ങനെ പലപ്പോഴും നമ്മൾ ഇപ്പോൾ എൻ്റെ അടുക്കൊക്കെ വരുന്ന ഒത്തിരി പേരുടെ ബിലീഫ് സിസ്റ്റത്തിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഞാനൊന്നും ഡിസേർവ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ചിന്തയാണ്. ഒരിക്കലും അങ്ങനെയല്ല. നമ്മളെല്ലാവരും എല്ലാ നന്മയും, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ നന്മയ്ക്കും നമ്മൾ അർഹരാണ്. ഐ ഡിസേർവ് ഓൾ ദ ഗുഡ് ഇൻ ദ അബൻഡൻസ്, ഓൾ ദ ഗുഡ് ആൻഡ് അബൻഡൻസ് ഇൻ ദ യൂണിവേഴ്സ് എന്ന് വേണം നമുക്ക്
നമ്മളോട് തന്നെ പറയാം, ഞാൻ അർഹിക്കുന്നു, ഞാൻ എല്ലാ നന്മയും സന്തോഷവും സമൃദ്ധിയും എൻ്റെ ജീവിതത്തിൽ ഞാൻ അർഹതയുള്ള ആളാണ് എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേര് ഐ റിയലി ലവ് യു. അതുകൊണ്ട് തന്നെ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളൊരു കാര്യം, ഈ മിറർ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സങ്കടങ്ങൾ വരും, ചിലപ്പോൾ നിങ്ങൾക്ക് സന്തോഷം വരും, ചിലപ്പോൾ നിങ്ങളുടെ കണ്ണ് നിറഞ്ഞിങ്ങനെ ഒഴുകും, എന്തെന്നില്ലാതെ കണ്ണ് നിറഞ്ഞിങ്ങനെ ഒഴുകും. ആ സമയത്ത് നിങ്ങൾക്ക് കണ്ണാടിയിൽ മുൻപിൽ നിൽക്കുന്ന സമയത്ത് ഒരു ടവലോ ഒരു ടിഷ്യൂ പേപ്പറോ വേണമെങ്കിൽ വെള്ളമോ ഒക്കെ എടുത്ത് വെച്ചേക്കാം. ഇനി നിങ്ങൾ കുറേ സമയം ഇരുന്ന് കണ്ണാടിയുടെ മുമ്പിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു മിറർ നമ്മൾ കസേരയിൽ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തുള്ള ഒരു മിററിനെ ചൂസ് ചെയ്യുക. കാര്യം നമ്മൾ ചിലപ്പോൾ ഇമോഷണൽ ആകുമ്പോൾ നമുക്ക് ഒരു സങ്കടം വിഷമമോ ഒക്കെ വരുമ്പോൾ നമുക്കറിയാലോ, കുറച്ച് നമുക്ക് ടയേർഡ് ആവുകയും ചെയ്യും. ആ ഒരു രീതിയിലൊക്കെ വേണം, ആ ഒരു പ്രോപ്പർ അറേഞ്ച്മെൻറ്റ്സിൽ വേണം നിങ്ങൾ മിറർ വർക്ക് ചെയ്യുവാനായിട്ട്. അപ്പോൾ ഡേ 2 ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ കൊടുത്തിരിക്കുന്ന സന്തോഷത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും ഒക്കെ താക്കോല് നമ്മൾ തിരിച്ച് മേടിക്കുകയാണ്. റിമോട്ട് കൺട്രോൾ വേറെ ആരുടെയൊക്കെയോ കയ്യിലിരിക്കുന്ന സാധനം നമ്മളിങ്ങനെ തിരിച്ച് മേടിക്കുകയാണ്. അപ്പം ഡേ 1 കംപ്ലീറ്റ് ചെയ്ത എല്ലാ ഹാപ്പി സോൾസിനും സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ഡേ 2 കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഡേ 2 100 ടൈംസ് പറഞ്ഞെന്നുള്ള കാര്യം, ഡേ 2 കംപ്ലീറ്റഡ് എന്നും 100 ടൈംസ് പറഞ്ഞെന്നുള്ള കാര്യം എനിക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വലിയ വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിപ്പിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഡേ 3 വെയിറ്റ് ചെയ്യാം. ലവ് യുവർ സെൽഫ്, ലവ് അതേഴ്സ് ആൻഡ് ലവ് ദ പ്ലാനറ്റ്. സീ യു. ബൈ.